യുദ്ധഭീതി നിഴലിച്ചു നിന്ന പശ്ചിമേഷ്യയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേലും പ്രത്യാക്രമണവുമായി ലെബനാനിലെ ഹിസ്ബുള്ളയും. ഹിസ്ബുള്ള ഏതു സമയവും ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ ലെബനാനിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടത്. ഒന്നിനു പിറകെ ഒന്നായി വന്ന ഇസ്രായേൽ മിസൈലുകൾ ലെബനാനിലെ അതിർത്തി മേഖലയിലാണ് പതിച്ചത്. യുദ്ധ സാഹചര്യം മുൻകൂട്ടി കണ്ട് ലെബനാനിലെ അതിർത്തിയിലുള്ളവരെ നേരത്തെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ വൻതോതിലുള്ള ആൾനഷ്ടമില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. അതേസമയം ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വന്നു. കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം. ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം. ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഫുവാദ് ഷുക്രിനെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ മാസം മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. തൊട്ടുപിന്നാലെ ഇറാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയെയും കൊലപ്പെടുത്തി. ഇതോടെയാണ് ഇസ്രായേലിന് നേരെ സംഘടിത ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരം പുറത്തുവന്നത്. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇറാൻ, ലബനാൻ, സിറിയ, യമൻ, ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ. യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ഇസ്രായേലിനെ ഉപദേശിക്കുക എന്ന മട്ടിലായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇന്ന് നടന്ന ആക്രമണത്തോടെ യുദ്ധം അവസാനിക്കില്ലെന്നാണ് കരുതുന്നത്. തെക്കൻ ലബനാനിലാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള ആക്രമണം തുടങ്ങും മുമ്പ് ഞെട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലിന്. അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇസ്രായേലിന്റെ മിസൈലുകൾ പതിച്ചുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രദേശം നേരത്തെ സൈനിക സോണായി പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടുപിന്നാലെ ഹിസ്ബുള്ള ആക്രമണം തുടങ്ങി. 11 ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം. ഗൊലാൻ കുന്നുകളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തി. 320 കത്യുഷ റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതെന്ന് ഹിസ്ബുള്ള പറയുന്നു. ഇതോടെ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 48 മണിക്കൂർ അടിയന്തരാവസ്ഥയാണ് പ്രതിരോധ മന്ത്രി യോവ് ഗല്ലന്റ് പ്രഖ്യാപിച്ചത്. അതേസമയം ലെബനാനിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് NNA ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട്. ഹിയാം നഗരത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ഖാസിമിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിൽ ബെൻഗുരിയോൺ വിമാനത്താവളം അടച്ചു. വടക്കൻ ഇസ്രായേലിൽ നിരവധി പേർക്ക് പരിക്കുണ്ട്. ചില കടൽ തീരങ്ങൾ അടച്ചിട്ടു. ഇസ്രായേൽ സുരക്ഷാ സമിതി ഇന്ന് യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.